നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഗൃഹസ്ഥാശ്രമികൾക്ക് 5 മഹായജ്ഞങ്ങളാണ് സന്യാസിമാർ വിധിച്ചിട്ടുള്ളത്. ഇവ പഞ്ചമഹായജ്ഞങ്ങൾ എന്നറിയപ്പെടുന്നു. വേദം ചൊല്ലുക എന്നത് ബ്രഹ്മയജ്ഞം, പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നത് പിതൃയജ്ഞം, അഗ്നിയിൽ ഹോമം ചെയ്യുന്നത് ദേവയജ്ഞം, ബലിയിട്ട് കാക്കയ്ക്ക് നൽകുന്നത് ഭൂതയജ്ഞം, അന്നദാനം നടത്തുന്നത് മാനുഷയജ്ഞം. ഇത് നമ്മുടെ കർമ്മങ്ങളാൽ അറിയാതെ സംഭവിക്കുന്ന പാപങ്ങൾ ഇല്ലാതെയാക്കുന്നു. ഭക്തിസന്ദ്രമായ ഈ സായം സന്ധ്യയിൽ നമുക്കിനി സന്ധ്യാനാമം കേൾക്കാം. കൺകണ്ട ദൈവം നീ കലിയുഗവരദനും നീ കാർമേഘവർണ്ണനെ വാത്സല്യം നൽകൂ കനിയുഗ ഭഗവാനെ ഗുരുവായൂരപ്പ. കൺകണ്ട ദൈവം നീ കലിയുഗവരദനും നീ കാർമേഘവർണ്ണനെ വാത്സല്യം നൽകൂ കനിയുഗ ഭഗവാനെ ഗുരുവായൂർ വാസ. കൺകണ്ട ദൈവം നീ കലിയുഗവരദനും നീ കാർമേഘവർണ്ണനെ വാത്സല്യം യോഗ ഭഗവാൻ ഗുരുവായൂർ വാസ. കൺകണ്ട ദൈവം കണ്ണാലെ തിടമ്പുമാൾ കാണും നിൻ രൂപം മമ മനം കണ്ടവനെ ശ്രീനിവാസ. കണ്ണാലെ തിടമ്പുമാൾ കാണും നിൻ രൂപം മമ മനം കണ്ടവനെ ശ്രീനിവാസ. പാരെല്ലാം പുകഴാടും കാവ്യരൂപം കണ്ട ദൈവം നീ കലിയുഗവരദനും നീ കാർമേഘവർണ്ണനെ വാത്സല്യം നൽകൂ കലിയുഗ ഭഗവാനെ ഗുരുവായൂർ വാസ. കണ്ട ദൈവം എന്നെന്നും തവ മഹിമ എന്നെന്നും തവ മഹിമ ഹൃദയത്തിലെല്ലാം നീ എന്നെന്നും തവ മഹിമ ഹൃദയത്തിലെല്ലാം നീ ഇരുപ്പത് കാണുന്നു ദേവാദിദേവ. എന്നെന്നും തവ മഹിമ ഹൃദയത്തിലെല്ലാം ഇരുപ്പത് കാണുന്നു ദേവാദിദേവ. എല്ലാവർക്കും അറിവേകും കാവ്യദേവ. കണ്ട
ദൈവം നീ കലിയുഗ വരദനും നീ കാർമേഘവർണ്ണനെ നൽകൂ കലിയുഗ ഭഗവാൻ ഗുരുവായൂർവാസ കണ്ട ദൈവം ശ്രീകൃഷ്ണ രൂപമാർന്നു തിരുപ്പതിയിൽ വാഴുവോ നീ മധുരയും കണ്ടു നിന്നെ രാധയോടെ ശ്രീകൃഷ്ണ രൂപമാർന്ന് തിരുപ്പതിയിൽ വാഴുവോ നീ മധുരയിലും കണ്ടു നിന്നെ രാധയോടെ നീയേ ലോകമെല്ലാം ഹേ ഭഗവാനെ കണ്ട ദൈവം നീ കലിയുഗ വരദനും നീ കാർമേഘവർണ്ണനെ വാത്സല്യം നൽകൂ കലിയുഗ ഭഗവാന് ഗുരുവായൂർവാസ കണ്ട ദൈവം നീ കണ്ട ദൈവം കണ്ട ദൈവം നീ കലിയുഗ വരദനും നീ കാർമേഘവർണ്ണനെ വാത്സല്യം നൽകൂ കലിയുഗ ഭഗവാൻ ഗുരുവായൂരപ്പ 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 അവിചാരിതമായി പറഞ്ഞ നാരായണ നാമത്തിലൂടെ ജീവിതത്തിലെ സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് വിഷ്ണുലോകം പൂകിയ ഒരുവനാണ് അജാമിളൻ. നാമജപത്തിന്റെ അതുല്യ ശക്തി വെളിവാക്കുന്ന കഥയിലേക്ക് ഇന്നത്തെ കഥയമമ്മ നമ്മെ നയിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വൈശാഖ മാസത്തില് പുരാണ ശ്രവണത്തിന് ഏറ്റവും പ്രാധാന്യമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പരിശോധിക്കുകയുണ്ടായി. പുരാണ ശ്രവണത്തോടൊപ്പം തന്നെ നാമജപത്തിനും ഈ സമയം ഏറ്റവും അനുയോജ്യമാണ് എന്നും പറയുണ്ടായി. നാമജപത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും നോക്കേണ്ടതില്ല എങ്കിൽ പോലും സാധിക്കുന്ന അത്ര ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും ചെറിയ തരത്തിലുള്ള വൈശാഖ മാസത്തെ നമുക്ക് ആചരിക്കാനുള്ള രീതി. അപ്പം അതുകൊണ്ട് തന്നെ ഈ നാരായണ നാമത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ഒരു കഥയാണ് ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. സാക്ഷാൽ അജാമിളന്റെ കഥ വളരെയധികം സുപരിചിതമായിട്ടുള്ള കഥയാണ് എങ്കിൽ പോലും ഈ കഥ പറഞ്ഞു വെക്കുന്ന നാമമഹിമയുടെ മാഹാത്മ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അജാമിളന്റെ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ശീലിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവത്തിലെ 8ാമത്തെ സ്കന്ധത്തിൽ പ്രതിപാദിക്കുന്ന അജാമിളന്റെ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. അജാമിളൻ ബ്രഹ്മവിത്തായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെ പരിപാലിച്ചുകൊണ്ട് കന്യാകുബ്ജം എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, ഈ കാട്ടിൽ പോയിട്ട് കുറച്ച് ഈ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറകുകളും പൂക്കളും ഫലങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുവരാനായിട്ട് അജാമിളനെ പറഞ്ഞു വിട്ടു. അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് കാട്ടിലേക്ക് ഈ പറഞ്ഞ പൂജാ വസ്തുക്കളൊക്കെ ശേഖരിക്കാനായിട്ട് പോവുകയും ചെയ്തു. പോയി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ടുണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഒരു ശൂദ്ര സ്ത്രീയിൽ അദ്ദേഹത്തിന് കാമുണ്ടായി എന്നാണ്. അദ്ദേഹത്തിന് അവരോട് അതിയായിട്ടുള്ള അനുരാഗം ഉണ്ടായി, അവരുമായിട്ടൊരു വിവാഹബന്ധം ഉണ്ടാവണമെന്ന് താല്പര്യം ഉണ്ടായി. ആ സ്ത്രീയോട് അദ്ദേഹം അത് അഭ്യർത്ഥിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം അവരെ കൊണ്ട് അത് സമ്മതിപ്പിക്കുന്നു. അങ്ങനെ ആ ശൂദ്ര സ്ത്രീയായിട്ട് വിവാഹം ചെയ്ത് തൻ്റെ ബ്രാഹ്മണ ജന്മത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും മറന്നുകൊണ്ട് ലൗകികമായിട്ടുള്ളൊരു ജീവിതം, ഏറ്റവും മോശമായിട്ടുള്ളൊരു ജീവിതം അജാമിളൻ ജീവിക്കാൻ തുടങ്ങിയതാണ്. തൻ്റെ സന്ധ്യാവന്തനമൊക്കെ വേണ്ടാന്ന് വെച്ചു, ഗായത്രി ജപം വേണ്ടാന്ന് വെച്ചു,
ഒരു തരത്തിലുള്ള ഹോമങ്ങളോ പൂജകളോ ഒന്നും തന്നെ ചെയ്യാതെ, വേദാധ്യയനം ചെയ്യാണ്ട് ഈ സ്ത്രീയാണ് പരമമായിട്ടുള്ള ആനന്ദം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. ആ സ്ത്രീയിൽ അദ്ദേഹത്തിന് 10 മക്കൾ ഉണ്ടായി എന്നാണ്. അപ്പം ജീവിതത്തിന് ചെലവ് കൂടിക്കൂടി വരികയാണ്. ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സമ്പത്തൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം മോഷണം, പിടിച്ചുപറി, കൊള്ള തുടങ്ങിയിട്ടുള്ള ഏറ്റവും നിന്ദ്യമായിട്ടുള്ള പ്രവർത്തികൾ വരെ ചെയ്യാൻ തുടങ്ങി. അവസാന കാലത്ത് അദ്ദേഹം മൃതപ്രായനായപ്പോൾ ഇത്രയധികം ദുഷ്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള അസുഖബാധിതനായിട്ട് കിടക്കെ തന്നെയായി. ഈ സമയത്ത് അദ്ദേഹത്തെ പരിചരിക്കാൻ എപ്പോഴും ഒപ്പമുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകനായിരുന്നു. ഈ ഇളയ മകൻ അദ്ദേഹം ഒരു പേര് വിളിച്ചിരുന്നു. അത് സാക്ഷാൽ ഭഗവാന്റെ പേരായിരുന്നു. നാരായണൻ എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അജാമിളൻ്റെ വൃദ്ധസമയത്ത്, വാർദ്ധക്യ സമയത്ത് അദ്ദേഹത്തിന് ഏത് സമയവും നാരായണനെ വിളിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ശീലം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നാരായണനെ കാണണം, ഭക്ഷണം കഴിക്കുമ്പോൾ നാരായണൻ അടുത്ത് വേണം, മരുന്ന് കഴിക്കുമ്പോൾ നാരായണൻ വേണം, രാത്രി ഉറങ്ങുമ്പോൾ നാരായണനെ കണ്ടിട്ട് അദ്ദേഹം ഉറങ്ങുള്ളൂ. അങ്ങനെ സദാസമയം നാരായണ 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 എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വായ കൊണ്ട് ഉച്ചരിച്ചിരുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ വിധിയുടെ സമയമായി. അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് യമധർമ്മൻ്റെ ദൂതന്മാർ അവർക്ക് വേണ്ട ആ സന്നാഹങ്ങളൊക്കെ ആയിട്ട് അജാമിളൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ്. ഈ യമകിങ്കരന്മാരെ കണ്ട് ഭയന്ന അജാമിളൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ രക്ഷിക്കാൻ തൻ്റെ ഇളയ മകനെ ഉണ്ടാവുള്ളൂ എന്നുള്ള ധാരണയിൽ ഉറക്കെ നാരായണ എന്ന് ഉറക്കെ വിളിച്ചു എന്നാണ്. വിളിച്ചത് മകനെ ആണെങ്കിലും വിളി കേട്ടത് സാക്ഷാൽ നാരായണൻ തന്നെ ആയിരുന്നു. അതേസമയം ഭഗവാന്റെ പാർഷദന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ട് യമകിങ്കരന്മാരെ ഈ അജാമിളൻ്റെ ആത്മാവിനെ എടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു. ഇപ്പം യമകിങ്കരന്മാർ പറയുന്നുണ്ട്, ഇദ്ദേഹം വലിയ പാപിയാണ്, ഇദ്ദേഹം സ്വന്തം അച്ഛനെയും അമ്മേനെയും വേണ്ടാന്ന് വെച്ച് ഒരു ശൂദ്ര സ്ത്രീയെ വിവാഹം ചെയ്ത് കൊള്ളയും കൊള്ളിവെപ്പുമായിട്ട് നടന്ന ആളാണ്. ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്തിനാണ് തടയുന്നത് എന്ന് വിഷ്ണു പാർഷദന്മാരോട് യമകിങ്കരന്മാർ ചോദിക്കുന്നു. കൃത്യമായിട്ട് ഭഗവാന്റെ പാർഷദന്മാർ മറുപടി പറയുന്നുണ്ട്, ഇദ്ദേഹം ചെയ്ത പാപങ്ങൾ ഒക്കെ തന്നെ നാരായണ നാമത്തിൻ്റെ സ്മരണ കൊണ്ടും നാരായണ നാമം ജപിച്ചത് കൊണ്ടും തീർന്നു. അന്ത്യമായ സമയത്ത് ഭഗവാനെ ഉദ്ദേശിച്ചല്ലെങ്കിൽ പോലും നാരായണ എന്ന് വിളിച്ച ഇദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പാർഷദന്മാർ യമകിങ്കരന്മാരെ അറിയിക്കണം. സാക്ഷാൽ ഭഗവാന്റെ ദാസന്മാരാണത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യമകിങ്കരന്മാർ തിരിച്ചുപോയി എന്നാണ്. അജാമിളനെ വധിക്കാതെ, അല്ലെങ്കിൽ അജാമിളൻ്റെ മരണം ആ സമയത്ത് സംഭവിച്ചില്ല. ഈ സമയത്ത് പാർഷദന്മാർ കൃത്യമായിട്ട് അജാമിളനോട് പറയുന്നുണ്ട്, ഇത്രയും നാൾ ചെയ്ത ദുരിതങ്ങളൊക്കെ നാമജപം കൊണ്ട് തീർന്നു എന്ന് മനസ്സിലാക്കുക. ഇനി സാധിക്കുന്ന സമയം, ഇനിയുള്ള ആയുസ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഒരു ബ്രാഹ്മണനായിട്ട് ജീവിച്ചുകൊണ്ടും സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടും ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടെ അനുഗ്രഹിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് അവർ തിരിച്ചു പോകുന്നത്. ഇതാണ് അജാമിളൻ്റെ കഥ. ഇതിൻ്റെ അർത്ഥം ജീവിതത്തിലുടനീളം ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയി അവസാനം മരണസമയത്ത് നാരായണ എന്ന് ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നല്ല. ഒരിക്കലും അങ്ങനെ വ്യാഖ്യാനിക്കരുത്. പലയിടത്തും ഇന്ന് അങ്ങനെയാണത് വ്യാഖ്യാനിച്ച് കാണുന്നത്. എന്തൊക്കെ വൃത്തികെട്ട രീതിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും അവസാനം നാരായണ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ വരുന്നതാണ്. അങ്ങനെയല്ല. അജാമിളന് പോലും നിരന്തരമായിട്ടുള്ള നാരായണ സ്മരണ കൊണ്ട് ഉണ്ടായത് ആന്തരികമായിട്ടുള്ള ശുദ്ധിയാണ് എന്ന് മനസ്സിലാക്കുക. അത് ഭഗവാനെ അല്ല ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ പോലും ആ ശുദ്ധി ഉണ്ടായി. അപ്പം ഭഗവാനെ ഉദ്ദേശിച്ച് നാരായണ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശുദ്ധി എത്രത്തോളം ആയിരിക്കും? അജാമിളൻ തൻ്റെ ഏറ്റവും ഇളയ മകനെ കരുതിയാണ് നാരായണ എന്ന് വിളിച്ചത്. അദ്ദേഹത്തിന് അത്രയധികം ആന്തരിക ശുദ്ധി പിന്നീടുള്ള കാലത്ത് ഉണ്ടായി എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ ഓർത്തുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാരായണനാമം ജപിച്ചു കഴിഞ്ഞ്, നാരായണനാമല്ല ഏത് നാമം, ഇപ്പം അമ്മയുടെ നാമം ആയിക്കോട്ടെ, മഹാദേവൻ്റെ നാമം ആയിക്കോട്ടെ, മുരുകൻ്റെ നാമം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു നാമം സാധിക്കുന്നത്ര നമുക്ക് ജപിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആന്തരികമായിട്ടുള്ള ശുദ്ധി ഉണ്ടാവുന്നതാണ്. വാക്കിനെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കാൻ സാധിക്കുക നാമം കൊണ്ട് മാത്രമാണ്. വൈശാഖമാസക്കാലത്ത് നാമജപത്തിന് അത്രയധികം പ്രാധാന്യമാണുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അജാമിളൻ്റെ കഥയെ ഒരു പ്രചോദനമാക്കി എടുത്തുകൊണ്ട് സാധിക്കുന്നത്ര ഭഗവാന്റെ തിരുനാമങ്ങളെ കീർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.
അതിപുരാതനവും ചരിത്രം, ഐതിഹ്യം ഇവ കൊണ്ട് സമ്പുഷ്ടവുമാണ് ഉജ്ജയിനിയിലെ മഹാകാലേശ്വർ ക്ഷേത്രം. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ അടുത്ത കാലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഈ ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ 56 ശക്തിപീഠങ്ങളിൽ നിന്നുമുള്ള മണ്ണ് പാകിയിട്ടുണ്ട്. ശിവപുരാണങ്ങളുടെ ശില്പഭംഗി നിറഞ്ഞ ഈ വീഥി ഏറെ ആകർഷകമാണ്. ശിവഭക്തർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ദേവസ്ഥാനമാണിത്. ഇനി നമുക്ക് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. കിളിമാനൂർ പാരിപ്പള്ളി റോഡിൽ കൊല്ലം ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മടവൂർ എന്ന പ്രകൃതി രമണീയമായ ഗ്രാമം. ഭൂമിയുടെ കരുതകമ്പളം ചീന്തിയെറിഞ്ഞ് നഗരങ്ങൾ വളരുമ്പോഴും ഗ്രാമീണതയുടെ കുളിർമയായി നിലകൊള്ളുന്ന പ്രദേശം. മരതക ഭൂമിയുടെ മടിത്തട്ടിൽ മംഗലദായകനായ ശ്രീ മഹേശ്വരൻ കുടികൊള്ളുന്ന ദേവാലയം. ഇത് മടവൂർ മഹാദേവ ക്ഷേത്രം. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. മടവൂർ എന്ന് ഈ പ്രദേശത്തിന് പേര് സിദ്ധിച്ചതിനെ സംബന്ധിച്ച് ചില കഥകൾ നിലവിലുണ്ട്. ഇതിന്റെ ആദ്യകാലത്തെ പേര് മാണ്ഡവ്യപുരം എന്നായിരുന്നുവെന്നും ഇവിടെ ധാരാളം ബ്രാഹ്മണ മഠങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചരിത്രവും ഐതിഹ്യവും സാക്ഷ്യപ്പെടുത്തുന്നു. മാണ്ഡവ്യപുരമാണ് മടവൂരായതെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ മഠങ്ങളുടെ ഊര് എന്ന അർത്ഥത്തിലാണ് മടവൂർ എന്ന പേര് സിദ്ധിച്ചതെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. സദാ തീർത്ഥസിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം സദാ ശുദ്ധഭസ്മം സദാ ധ്യാനയുക്തം സദാ ജ്ഞാനകൽപ്പം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. സ്ഥലനാമ കഥയിലെ വാദപ്രതിവാദങ്ങൾ വിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. പ്രാചീന കാലത്ത്, അതായത് വിശാല തിരുവിതാംകൂറിന്റെ രൂപീകരണത്തിനും വളരെ മുമ്പ്, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അധികാരത്തിൽ ഏറുന്നതിനു മുമ്പ് ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് വിശ്വാസം. കേരള നിർമ്മിതിക്ക് ശേഷം പരശുരാമൻ ബ്രാഹ്മണരെ കേരളത്തിലെത്തിച്ച് പ്രദേശങ്ങൾ തിരിച്ച് ഭരണ ചുമതല ഏൽപ്പിച്ചു. ഇന്നത്തെ ചിറയിൻകീഴ്, വർക്കല താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭരണം നടത്താനും കരം പിരിക്കാനും ഉള്ള അവകാശം മാമണ്ണൂർ മഠത്തിനായിരുന്നു. അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് മാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. നാലമ്പലത്തിൽ കടന്നു ചെന്നാൽ നാവിൽ ഓങ്കാരമന്ത്രങ്ങൾ ഓടിയെത്തും. കണ്ണടച്ചോരോ ചുവടുവെക്കുമ്പോഴും മൂലമന്ത്രം മാത്രം നമഃ ശിവായ. ആറ്റിങ്ങൽ, കിളിമാനൂർ എന്നിവിടങ്ങളിൽ കൊട്ടാരം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം രാജകുടുംബത്തിന് നൽകിയതുപോലും മാമണ്ണൂർ കുടുംബമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തും പിന്നീടുമായി നിരവധി ബ്രാഹ്മണ കുടുംബങ്ങൾ ഇവിടെ എത്തി താമസം ആരംഭിച്ചു. അങ്ങനെ ഇവിടം മഠങ്ങളുടെ ഊരായി. ശിവശങ്കരനാമം മറ്റൊരു കഥ ഇങ്ങനെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാണ്ഡവ്യൻ എന്ന മഹർഷി തന്റെ അനുചരന്മാരുമായി ദേശാടന വേളയിൽ ഇവിടെ എത്തി. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് കുറേ കാലം തപസ് അനുഷ്ഠിച്ച് താമസിച്ചു. ശിവഭക്തനായ അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും തന്റെ ശിഷ്യരിൽ കുറേ പേരെ മഠങ്ങൾ നിർമ്മിച്ചു നൽകി ഇവിടെ താമസിപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നതിന് അവരെ ചുമതലപ്പെടുത്തി അദ്ദേഹം യാത്ര തുടർന്നു. കാലക്രമത്തിൽ ഇവിടെ മഠങ്ങൾ പെരുകുകയും അവർ മാണ്ഡവ്യപുരത്തിന്റെ പേര് മാറ്റി മടവൂർ എന്നാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ മുനിയുടെ ശാപത്താൽ ശിവപൂജ നടത്തിയിരുന്ന മാമണ്ണൂർ മഠം ഒഴികെ മറ്റുള്ളവ ക്ഷയിച്ചുപോയി. അന്തേവാസികൾ പലായനം ചെയ്തു. എന്നാൽ ക്ഷേത്രം അതിന്റെ പ്രൗഢിയോടെ നിലകൊണ്ടു. കോടി മഹാജനം എത്തുന്നു ഈ ദിനം
കൈലാസം പോലും ഇവിടമല്ലേ, കൈലാസം പോലും ഇവിടമല്ലേ. കൽപ്പടവുകൾ കയറിയെത്തുമ്പോൾ ഇരുനിലകളുള്ള മുഖമണ്ഡപം, നാലമ്പലത്തിന് നടുവിൽ ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിൽ. ശ്രീകോവിലിനുള്ളിൽ കിഴക്ക് ദർശനമായി മഹാദേവൻ കുടികൊള്ളുന്നു. പാർവതീ സമേതനായ ദേവനാണ് ഇവിടെയെന്നാണ് സങ്കല്പം. ശ്രീകോവിലിന് മുന്നിലായി ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ. നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്രകുളങ്ങൾ. മഹാവിഷ്ണു, ദേവി, ഗണപതി, നാഗദൈവങ്ങൾ എന്നിവരാണ് ഉപദേവതമാർ. മംഗളരൂപനെ തിങ്കൾ കലാധര ഇന്ദുമുഖേശ്വര കൈതൊഴുന്നേ. പ്രാചീന കേരളീയ വാസ്തുവിദ്യ അവലംബിച്ചുള്ളതാണ് ക്ഷേത്രത്തിലെ ഓരോ നിർമ്മിതിയും. മേടമാസത്തിലെ ഉത്രട്ടാതിക്കാണ് ഇവിടെ ഉത്സവാരംഭം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ശിവരാത്രി പോലെ ശൈവ ആരാധന പ്രധാനമായ ഉത്സവങ്ങൾ. കൂടാതെ നവരാത്രി, കൃഷ്ണജയന്തി തുടങ്ങിയ ഉപദേവതമാരുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ആഘോഷത്തോടെ നടത്തപ്പെടുന്ന സന്നിധിയാണിത്. പഞ്ചാക്ഷരി നാമപ്പൊരുളായി വിളങ്ങും ശ്രീ പാർവതീശ മഹേശ. ശ്രുതജനം കൂപ്പും ശിതികണ്ഠനല്ലേ, കലിയുഗം വാഴ്ത്തും കാരുണ്യമല്ലേ. തിരുപദം അവിരതം അകമിതിൽ ഉണരുവാൻ കനിയണേ സ്മരഹരാ ദേവാ. തികച്ചും ശാന്തവും ആത്മീയ ചൈതന്യം നിറഞ്ഞതുമായ ദിവ്യ സന്നിധിയാണ് ഇത്. ക്ഷേത്ര പരിസരം കണ്ണിന് കുളിരണിയിക്കുമെങ്കിൽ ശ്രീകോവിലിന് മുന്നിലെത്തുന്ന ഭക്തന്റെ കരളിനെ കുളിരണിയിക്കുന്ന പശ്ചാത്തലമാണ് ഇവിടെയുള്ളത്. ഇരുജടയ്ക്കുള്ളിൽ നിറഗംഗയല്ലേ, തിലകമോ തിങ്കൾ കിരണങ്ങളല്ലേ. പാർവതീ ദേവി പാതിനിയല്ലേ, പാഹി മാം ദേവ പരമേശ്വരാ. നിൻ തിരുമാറിൽ മാല്യങ്ങൾ മണിനാഗമല്ലേ, തൃക്കൈയിൽ തുടിതാളമില്ലേ. ക്ഷേത്രം എന്ന പദം അതിന്റെ എല്ലാ തലത്തിലും അന്വേഷിക്കുന്ന ഈ പുണ്യഭൂമി ഒരു ഗ്രാമത്തിന്റെ ഐശ്വര്യ സ്തംഭമായി, ആശ്വാസ കേന്ദ്രമായി നിലകൊള്ളുന്നു. ഈ തിരുനടയിലെത്തിയാൽ ഏത് ചുണ്ടുകളാണ് മന്ത്രിക്കാത്തത്? പ്രണതോസ്മി സദാശിവം. പാപചിന്തകൾ നിരന്തരം മനസ്സിലേക്ക് കടന്നു വരികയും അവയെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുമ്പോൾ അതോർത്ത് ദുഃഖിക്കാതെ പുരാണ പുസ്തകങ്ങൾ നിരന്തരം പാരായണം ചെയ്യുക. കീർത്തനങ്ങളോ പ്രാർത്ഥനകളോ ചൊല്ലാൻ കഴിയാത്ത പക്ഷം രാമായണ മഹാഭാരത കഥകൾ പലവട്ടം വായിക്കുക. നിരന്തരമായ വായന നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കും, തീർച്ച. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.